Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama Hare Hare. Hare Krishna Mataji. Thank you Mataji. Pranam. Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimirandhasya Jnananjanashalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namah. Namo Vishnu Padaya Krishna Prashtaya Bhutale Srimade Bhaktivedanta Swaminidhi Namine. Namaste Saraswate Deve Gauravani Prajarine Nirvishesha Shunyavadi Paschatya Deshadarine. Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadara Sri Vasadi Gaura Bhakta Vranta. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna. Sri Sri Radha Govinda Temple ISKCON Mangalore Bhakti Shastri class-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ വീഡിയോ ഒന്ന് ഓഫാകട്ടെ മാതാജി ഇടക്ക്. സാരില്ല. ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ ഷെൽട്ടർ എടുക്കാൻ പോകുന്നവരാണ്, ഭക്തിശാസ്ത്രി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്, തിലകം ധരിച്ച് ക്ലാസ്സിൽ ഇരുന്നോളൂ എല്ലാവരും. തിലകം ധരിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കണം. അല്ലാത്തവരോടാ പറഞ്ഞത്. കാരണം വെച്ചാൽ ഷെൽട്ടർ എടുക്കുന്ന നമ്മൾ തിലകം ധരിക്കണം നമ്മള്. കാരണം നമ്മൾ അതിലേക്ക് മാറുമ്പോ നമ്മളിന്ന് അറ്റ്ലീസ്റ്റ് പുറത്തേക്ക് പോകുമ്പോഴല്ല, പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ വൈഷ്ണവരായിട്ട് തന്നെ നമ്മൾ ഇരിക്കാൻ നോക്കണം കേട്ടോ. തിലകം ധരിച്ചിട്ട് നമ്മൾ ഇരിക്കുക. അത് പറയണമെന്നുണ്ടായി, മറന്നുപോയി അത് പറയണമെന്ന് വെച്ചത്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കുറെ പേരെ കാണുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും പറയും. പിന്നെ നിങ്ങളൊക്കെ ഫോം കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഇന്ന് അവിടെ അമ്പലത്തിലും ചെയ്യും. മറന്നുപോകും. അപ്പൊ പിന്നെ അത് വെറുതെ പ്രഭുവിന്റെ വെറുതെ ചീത്തയും കേൾക്കും നമുക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ വന്നിട്ട് നമ്മുടെ ഇന്ന് 7ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങാണ്. 2ാമത്തെ യോഗം അല്ലെ, നമ്മളെ ഭക്തിയോഗം സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള്. കുറച്ചുള്ള ഇതില് ചെറിയ അധ്യായങ്ങളാണ്. ഇതിൽ അറിയാലോ നമുക്ക്, വളരെ ചെറിയ ഭാഗമാണ്, വേഗം തീരും നമ്മുടെ 2ാമത്തെ ഭാഗം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിരിക്കും. 1ാമത്തേനേക്കാളും 3ാമത്തേനേക്കാളും എളുപ്പമുള്ളതാണ് 2ാമത്തെ ഭാഗം കുറച്ചും കൂടി. അതുകൊണ്ട് പിന്നെ പരീക്ഷ എഴുതിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി എല്ലാവർക്കും അല്ലെ. വിചാരിച്ച അത്രയും പേടിക്കാനുള്ള സംഭവം ഒന്നും ഇല്ല. അപ്പൊ പേപ്പർ നോക്കുമ്പോഴും എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. സാരില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറും ബുദ്ധിമുട്ടില്ല. ശ്ലോകത്തിന്റെ ഇട്ടരാം, പിന്നെ നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അധ്യായത്തിലേക്ക് തുടക്കാം അല്ലെ. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ഭക്തിശാസ്ത്രി 7ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ ഉള്ളതാണ് ഇതില്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്രീ ഭഗവാനുവാച മയ്യാസക്തമനഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യാസി തച്ഛൃണു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ് അർജുനനോട്, എന്നെ എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടു കൂടി എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങളെല്ലാം നീങ്ങിയിട്ട് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് എന്നെ അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. അതായത് ഭക്തിയോഗം അഭ്യസിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകാണ്. അർജുനനോട് പറയാണ്,
ഇപ്പൊ 7ാമത്തെ അധ്യായത്തിൽ എന്തിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഭഗവാൻ പറയുന്നതെന്ന് പറയാണ്. 7ാം അധ്യായത്തിൽ കൃഷ്ണനെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. വിഭൂതികൾ എങ്ങനെ പ്രകടമാകുന്നു എന്നുള്ളത് വിവരിച്ചു തരുന്നുണ്ട്. 4 തരം സുഹൃതികളെ കുറിച്ചും 4 തരം ദുഷ്കൃതികളെ കുറിച്ചും പറയുന്നു. കൃഷ്ണാവബോധത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ് ഈ പറഞ്ഞ യോഗങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. കൃഷ്ണാവബോധത്തിൽ എത്തുന്നവർക്ക് ബ്രഹ്മജ്യോതിസും പരമാത്മാ തത്വവും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും നവവിധ ഭക്തി ഏറ്റവും പ്രധാനം ശ്രവണം, അതാണ് ഭഗവാൻ എന്നിൽ നിന്നും കേൾക്കൂ എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ജ്ഞാനം ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നായിരിക്കണം ഇത് ആരംഭിക്കേണ്ടത് എന്നുള്ളതും നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഭാഗവതത്തിലൂടെയും ഭക്തന്മാരിലൂടെയും കൃഷ്ണനെ പറ്റി കേൾക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന്, അതായത് ഭാഗവതത്തിലൂടെ അല്ലെങ്കിൽ ഭക്തന്മാരിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഭക്തന് സേവനിഷ്ഠ കൂടും. നമ്മളൊരു ഭക്തനിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗവതത്തിലൂടെ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഭക്തന് സേവനം ചെയ്യാനുള്ള നിഷ്ഠ അത് നമുക്ക് കൂടും. ഭക്തിയുടെ സേവന താല്പര്യം വർദ്ധിക്കും. ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള താല്പര്യം നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. രജോ തമോ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് അകലും. ഭൗതികമായ കാമലോപാദികൾ നമ്മളെ വിട്ടുമാറും. ഭക്തൻ ശുദ്ധ സത്വഗുണത്തിലേക്ക് ഉയരും. പരമസത്യത്തെ നിസ്സംശയമായും സമഗ്രമായും അറിയുക എന്ന നിലയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതായത് നമ്മൾ ഒരു ഭക്തനിൽ നിന്ന് അല്ലെങ്കിൽ ഭക്തന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗവതം ശ്രവിക്കുന്നതിലൂടെ അങ്ങനെ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് സംഭവിക്കും? സേവനം ചെയ്യാനുള്ള ആ ഒരു നിഷ്ഠ നമ്മുടെ കൂടിക്കൊണ്ടിരിക്കും. നമ്മളത് സ്ഥിരമായിട്ട് നമുക്കത് സേവനം ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ ഉള്ളിൽ തന്നെ അത് വരും. നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ള താല്പര്യം നമുക്ക് വർദ്ധിച്ചു വരും. കാരണം ഭക്തന്മാരുടെ തമ്മിലുള്ളൊരു കൂട്ടായ്മയാണ്, അതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും? നമുക്ക് അത് ഇനി കൂടുതൽ ചെയ്യണം എന്നുള്ളത് വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും? രജോ ഗുണം തമോ ഗുണം നമ്മളിൽ നിന്ന് അകലും. പിന്നെ ഭൗതികമായിട്ടുള്ള കാമലോഭ ആദികൾ നമ്മളെ വിട്ടുമാറും. ഭക്തൻ ശുദ്ധ സത്വഗുണത്തിലേക്ക് ഉയരുകയും ചെയ്യും. ആ പരമസത്യത്തെ നിശ്ചയമായിട്ടും സമഗ്രമായിട്ടും അറിയുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് എന്തിന്റെ ഗുണങ്ങളാണ്? നമ്മൾ ഭക്തന്മാരിൽ നിന്ന് ഭാഗവതത്തിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? അപ്പൊ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ അതിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, തശ്രുണു, എന്നിൽ നിന്ന് കേൾക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നോ, ഭഗവാനെ കുറിച്ച് കേൾക്കും തോറും നമുക്ക് എന്ത് വരും? അവിടെ ഭഗവാനോടുള്ള ഒരു ഭക്തി വർദ്ധിച്ചു വരാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ആ ഭക്തിയുടെ പ്രധാന ഘടകമാണ് എന്ത്? ശ്രവണം എന്ന് പറയുന്നത്. അതില് ശ്രവണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി നമുക്ക് അവിടെ പറയുന്നുണ്ട്. ആ ശ്രവണം എത്രത്തോളം ഭഗവാനെ കുറിച്ച് കേൾക്കുക, അതാണ് ആ നവവിധ ഭക്തിയിൽ പറയുന്ന ആദ്യത്തേതാണ് എന്ത്? നമ്മുടെ ശ്രവണം. ആ ശ്രവണത്തിന്റെ പ്രാധാന്യം കൂടി നമുക്ക് എന്തിൽ പറയുന്നുണ്ട്? ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതോറും നമുക്ക് എന്ത് സംഭവിക്കും? സംശയമില്ല, നമുക്ക് എന്താണ് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി ശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യ അജ്ഞാതാവ്യമവശിഷ്യതേ. വൈശിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഇനി ഞാൻ പൂർണ്ണമായി വിശദീകരിച്ചു തരാം. ഇതറിഞ്ഞാൽ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതില്ല. അപ്പോൾ ഭൗതിക ജ്ഞാനത്തെക്കുറിച്ചും വൈശിക ജ്ഞാനത്തെക്കുറിച്ചും അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചും ആത്മീയ ജ്ഞാനത്തെക്കുറിച്ചും ഞാൻ നിനക്ക് ഇത് രണ്ടും ഉൾപ്പെടെ എല്ലാത്തിനെ കുറിച്ചും ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്തില്ല?
പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും, ഭൗതിക ജ്ഞാനത്തെക്കുറിച്ചും ആത്മീയ ജ്ഞാനത്തെക്കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ അറിയേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? എല്ലാറ്റിനും കാരണമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടില്ല. കാരണം എല്ലാത്തിനും കാരണമായിട്ടുള്ള സർവ്വകാരണനായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് എങ്ങനെ മനസ്സിലാവുന്നത്? ഭൗതിക ജ്ഞാനം ആത്മീയ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, അതീന്ദ്രിയ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അറിയുന്നത്. പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തെയും അതിന്റെ പിന്നിലുള്ള ചേതനയെയും ഈ രണ്ടിന്റെയും ഉറവിടത്തെയും കുറിച്ചുള്ള അറിവാണ് എന്ത്? അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച് അറിയാം, അതിന്റെ പിന്നിലുള്ള ചേതനയെ കുറിച്ച്, ഇത് രണ്ടിന്റെയും ഉറവിടം അതാണ് എന്ത്? അതീന്ദ്രിയമായ ജ്ഞാനം. അത് ആരെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ആ ഉറവിടം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചാണത്. വിശ്വസ്ത ശിഷ്യനും സുഹൃത്തുമായതിനാലാണ് ഭഗവാൻ അർജുനന് ഈ ജ്ഞാനം ഉപദേശിക്കുന്നത്. ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഭക്തന് മാത്രമേ സമ്പൂർണ്ണ ജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് അറിയാനായിട്ട്, ഈ ജ്ഞാനം നേടണമെങ്കിൽ എങ്ങനെ സാധിക്കുള്ളൂ? ആ പരമ്പരയിൽ ഗുരുശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഭക്തന് മാത്രമാണ് എന്ത് സാധിക്കുന്നത്? ഈ സമ്പൂർണ്ണ ജ്ഞാനം നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സർവ്വകാരണങ്ങളുടെയും കാരണം എന്താണെന്ന് അറിഞ്ഞാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കാം. അപ്പൊ എല്ലാറ്റിനും കാരണമായിട്ടുള്ള ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട് അല്ലെ ബ്രഹ്മസംഹിതയില്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ സർവകാരണങ്ങൾക്കും കാരണനായിട്ടുള്ള ആ ഗോവിന്ദനെ കുറിച്ച്, ആ ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നൊന്നും നമുക്ക് അറിയാനായിട്ട് ബാക്കിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യത്യതി സിദ്ധയേ യഥാതാമപി സിദ്ധാനം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതില്ല. അപ്പോ അനേകം ആളുകളില് ചിലപ്പോൾ ഒരാൾ എന്തിനു ശ്രമിക്കാം? കുറച്ചു പേര് പൂർണ്ണത നേടാൻ ശ്രമിക്കാം. അങ്ങനെ പൂർണ്ണത നേടിയിട്ടുള്ള ഒന്നിലേറെ പേരുണ്ടാവും. അവർക്കും എന്ത് സാധിക്കില്ല? ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കാന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളില് പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത് ഒരാളായിരിക്കും. അങ്ങനെ പൂർണ്ണത നേടിയ കുറെ പേരുണ്ടെങ്കിൽ അവർക്കും എന്ത് സാധിക്കില്ല? ഭഗവാൻ അറിയാൻ സാധിക്കില്ല. അപ്പൊ ഭഗവാൻ അറിയാന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണെന്നുള്ളത് ഭഗവാൻ നമുക്കിവിടെ പറഞ്ഞു തരാണ്. വളരെ പ്രയാസമാണ് ഭഗവാൻ അറിയാന്നുള്ളത്. മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി എന്നിവയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നു. അതീന്ദ്രിയ ജ്ഞാനത്താൽ കൗതുകം ഉള്ളവർ ദുർലഭം. ഹരേഷ് മാതാജി അറ്റൻഡൻസിന്റെ ലിങ്ക് ഇട്ടുണ്ടാവില്ലെന്ന് തോന്നില്ല, ഒന്ന് ഇട്ടോ? അറ്റൻഡൻസ് ഇട്ടോ? ഇട്ടിട്ടില്ല മാതാജി. ഓക്കെ അറ്റൻഡൻസ് ഇട്ടോളൂ മാതാജി. സമയം. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കുന്നുണ്ടോ? എന്റെ ഇതിൽ പ്രസ് ചെയ്താലും വരുന്നില്ല, എന്താണെന്നറിയില്ല. ഒന്ന് അറ്റൻഡൻസ് ഇടാൻ പറയൂ കേട്ടോ ആരോടെങ്കിലും. സുജിത മാതാജി ഒന്ന് ലിങ്ക് ഇട്ടോളൂ അറ്റൻഡൻസിന്റെ കേട്ടോ. ഒന്ന് എന്റെ ഫോണിന് എന്തോ തകരാറുണ്ട്. ഹരേ കൃഷ്ണ. ഉണ്ടോ? ലിങ്ക് ഉണ്ടോ? ഞാൻ ഇടണോ? ലിങ്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇട്ടിട്ടുണ്ടായിരുന്നു. അറ്റൻഡൻസിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടോ? ആ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സീത മാതാജി എന്റെ ഒന്നൊരു ഇത് കൂട്ടാ. ഹരേ കൃഷ്ണ. മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി എന്നിവയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നു. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൗതുകം ഉള്ളവർ ദുർലഭമാണ്. അപ്പോൾ മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, നിദ്രയ്ക്ക് വേണ്ടിയിട്ട്, സ്വയരക്ഷ, കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൗതുകമുള്ളവര് വളരെ ദുർലഭമാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ എന്തുള്ളൂ? ഭഗവാനെ കുറിച്ച് അറിയാനായിട്ടുള്ള ആഗ്രഹമുള്ളൂ. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൗതുകമുള്ളവര് വളരെ ദുർലഭമാണ്. കൃഷ്ണാവബോധം, കൃഷ്ണനെ അറിയാൻ വേണ്ടി വേണം. അത് ബ്രഹ്മ പരമാത്മ വിജ്ഞാനങ്ങൾക്ക് അതീതമാണ്. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ പരമസത്യത്തിന്റെ 3 ഭാവങ്ങൾ, ബ്രഹ്മം, പരമാത്മ, ഭഗവാൻ, അതില് ആ ഭഗവാനാണെന്ത്? ഭഗവാൻ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. അപ്പൊ ബ്രഹ്മത്തിനും പരമാത്മാവിനും അതീതമായിട്ടുള്ളതാണ് എന്ത്? ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ബ്രഹ്മ സാക്ഷാത്കാരത്തിനേക്കാളും പരമാത്മാ സാക്ഷാത്കാരത്തെക്കാളും ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ അതീതമായതാണ് എന്ത്? ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്.
അദ്വൈതാചാര്യർ, ശങ്കരാചാര്യരടക്കം, അതായത് അദ്വൈതവാദിയായിട്ടുള്ള ശങ്കരാചാര്യരും ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ശങ്കരാചാര്യരും എന്ത് പറയുന്നുണ്ട്? ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാൻ അറിയാനായിട്ട് പ്രയാസമാണ്. അപ്പൊ ഭക്തന്മാർക്ക് മാത്രമേ എന്ത് അറിയുള്ളൂ? ഭഗവാൻ അറിയാൻ സാധിക്കുള്ളൂ. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാൻ അറിയാനായിട്ട് വളരെ പ്രയാസമാണ്. ഭക്തി മാർഗം എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളതല്ല എന്നാണ് പറയുന്നത്. ഉപനിഷത്തുകൾ, നാരദ പഞ്ചരാത്രം, പുരാണങ്ങൾ എന്നിവ അവഗണിക്കുന്നതിന് ഭക്തർക്ക് സാധ്യമല്ല. വിശിഷ്ടമായ പണ്ഡിതന്മാർക്കും തത്വചിന്തകന്മാർക്കും അജ്ഞനാണെന്നായിരിക്കില്ല പറഞ്ഞത്. വിശിഷ്ട പണ്ഡിതന്മാർക്കും തത്വചിന്തകന്മാർക്കും ഒക്കെ എന്താണ്? അജ്ഞനാണ് കൃഷ്ണൻ. ഭഗവാന്റെ 6 ഐശ്വര്യങ്ങൾ ഭക്തന്മാർ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നു. സ്ഥൂലേന്ദ്രിയം കൊണ്ട് ആർക്കും ഭഗവാൻ അറിയാൻ സാധ്യമല്ല. പ്രേമപൂർവം മാത്രമേ ഭഗവാൻ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രേമപൂർവ്വം, ഭക്തിയിലൂടെ മാത്രമേ ഭഗവാൻ അറിയാനായിട്ട് സാധിക്കുള്ളൂ. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഭഗവാൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും പക്ഷെ എന്തുണ്ടാവണമെന്നില്ല? ഈ അതീന്ദ്രിയമായ ജ്ഞാനത്തിൽ ആഗ്രഹം, കൗതുകം ഉണ്ടാവണമെന്നില്ല. അത് വളരെ ദുർലഭം. വളരെ കുറച്ചു പേർക്കേ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുള്ളൂ. ആ ആഗ്രഹം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം, ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ബോധം, കൃഷ്ണ അവബോധം. ആ കൃഷ്ണനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു അവബോധം ഉണ്ടാവുന്നത്. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് എന്തിനതീതമാണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിനും പരമാത്മാ സാക്ഷാത്കാരത്തിനും, ആ ബ്രഹ്മ ജ്ഞാനത്തിന് അതീതമായിട്ടുള്ളതാണ് എന്ത്? കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ശങ്കരാചാര്യര് ഭഗവാനെ പരമപുരുഷനായിട്ട് പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ പോലും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പോ ഭക്തന്മാരെന്താ ചിന്തിക്കുന്നത്? ആ ഭക്തന്മാര് വിചാരിക്കുന്നത്, പറയുന്നത് എളുപ്പമാർഗമാണ്. ഭക്തിമാർഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണെന്നാണ് ആര് ചിന്തിക്കുന്നത്? ആ ഭക്തന്മാര് പറയുന്നത്. പക്ഷേ അത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല എന്നുള്ളത് ആർക്കാ മനസ്സിലാകുക? ഭക്തിയിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാത്തവരെന്ത് പറയും? ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണെന്ന് അവർ പറയും. പക്ഷെ ഭക്തിമാർഗം ഒരിക്കലും എന്തല്ല? എളുപ്പമുള്ളതല്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നാരദ പഞ്ചരാത്രം, ഉപനിഷത്തുകള്, പുരാണങ്ങള് തുടങ്ങിയ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങള്, അത് എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഭക്തിത സേവനം എന്ന് പറയുന്നത് അനാവശ്യമായൊരു സാമൂഹ്യ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായിരിക്കും എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഉപനിഷത്തുകള്, പുരാണങ്ങള്, നാരദ പഞ്ചരാത്രം തുടങ്ങിയിട്ടുള്ള ഈ ആധികാരിക ഗ്രന്ഥങ്ങൾ, അതിനൊന്നും അവഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ധർമ്മത്തിനനുസൃതമായിട്ട്, ധർമ്മത്തിന് അനുകൂലമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭഗവത് സേവനം ചെയ്യേണ്ടത്. നമ്മളെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നാരദ പഞ്ചരാത്രത്തില്, പുരാണങ്ങള്, ഉപനിഷത്തുകള്, ഇതിനെ ഒന്നും അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് വെറുതെ ആണെന്ന് പറയുന്നത്. അനാവശ്യമായൊരു സാമൂഹ്യ അസ്വസ്ഥതയാണ് നമുക്കതുകൊണ്ട് ഉണ്ടാകുന്നത്. വിശിഷ്ടമായ പണ്ഡിതന്മാർക്ക്, അതുപോലെ തന്നെ വിശിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാർക്കും അതേപോലെ തത്വചിന്തകന്മാർക്കും അജ്ഞേയനാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. കാരണം ഭഗവാനെ ഇവിടെ പറഞ്ഞ എന്താണ്? ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ പണ്ഡിതന്മാരായതുകൊണ്ടോ തത്വചിന്തകന്മാരായതുകൊണ്ടോ അവർക്ക് ആരറിയില്ല? ഭഗവാൻ അറിയില്ല. എന്തിലൂടെ മാത്രമേ അറിയുള്ളൂ? ഭഗവാൻ അറിയണമെങ്കിൽ ഭക്തി വേണം. ഭക്തിപൂർവ്വം ഭഗവാനെ സേവിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ അറിയാനായിട്ട്, ഭഗവാന്റെ യഥാർത്ഥ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാനെ അറിയാന്ന് വെച്ചാൽ എങ്ങനെ അറിയണം? ഭഗവാന്റെ 6 ഐശ്വര്യങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? നമുക്കറിയാം ഭഗവാന്റെ 6 ഐശ്വര്യങ്ങൾ ഏതൊക്കെയാണ്? സമ്പത്ത്, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം, അല്ലെ? വൈരാഗ്യം. സമ്പത്ത്, ശക്തി, ഐശ്വര്യം, യശസ്, ശക്തി. അത് ഈ 6 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് എന്തറിയാൻ സാധിക്കുന്നത്? ഭഗവാന്റെ 6 ഐശ്വര്യങ്ങൾ. അങ്ങനെ ഭക്തന്മാർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുന്ന ആർക്കാണ്? ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാൻ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ സ്ഥൂല ഇന്ദ്രിയം കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് അറിയില്ല? ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് വേണം?
നമ്മൾ പ്രേമപൂർവ്വം മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ അറിയുള്ളൂ. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്ന ഒരു ശ്ലോകം ഏതാണ് പറയുന്നത്? അഥ ശ്രീകൃഷ്ണ നാമാതി ന ഭാവേത് ഗ്രാഹ്യം ഇന്ദ്രിയഹി സേവോന്മുഖേഹി ജിഹ്വാത സ്വയമേവാസ്ഫുരത്യത. അതായത് നമ്മുടെ സ്ഥൂല ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാൻ അറിയാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. എന്തിലൂടെ സാധിക്കുള്ളൂ? പ്രേമപൂർവ്വം. പ്രേമപൂർവ്വം ഭഗവാന് സേവനത്തിൽ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ഭഗവാനും മനസ്സിലാക്കാൻ, അതായത് ഭഗവാൻ വെളിപ്പെടുള്ളൂ നമുക്ക് എന്ന് നമുക്ക് ഭക്തി രസാമൃത സിന്ധുവിലെ രൂപഗോസ്വാമി പറയുന്നുണ്ട്. ഭൂമിരാപനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇങ്ങനെ 8 അടങ്ങിയതാണ് എന്ത്? ഭഗവാന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഈ 8 അടങ്ങിയതാണ് എന്ത്? ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ അതില് ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്, ആ പ്രകൃതി എന്ന് പറയുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? ഭഗവാന്റെ. ആ പ്രകൃതിയുടെ പ്രവർത്തനങ്ങള് ഈ ഭഗവാന്റെ 3 പുരുഷാവതാരങ്ങളിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ 3 പുരുഷാവതാരങ്ങള്, അതിലൂടെയാണ് പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. ഭഗവാന്റെ ക്ഷണികമായ ഒരു ആവിർഭാവകമാണ് എന്ത്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഭഗവാന്റെ ശാസ്ത്രം ഗ്രഹിക്കാത്തവർ ഈ ലോകം സുഖിക്കാനുള്ളതാണെന്നും കാരണഭൂതരും ആസ്വാദകരും ജീവാത്മാക്കൾ തന്നെയാണെന്ന് കരുതുന്നു. ഭഗവാന്റെ 8 വിഭിന്ന ശക്തികളിൽ നിന്ന് 24 മൂലകങ്ങള് ഉളവാകുന്നു. അപ്പൊ ഇവിടെ പറയുന്നു ഭഗവാന്റെ 3 പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഏതൊക്കെയാണ് പറയുന്നത്? 3 പുരുഷ രൂപ, ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള 3 പുരുഷ രൂപ വിസ്തരണങ്ങൾ ഏതൊക്കെയാണ്? കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇതാണ് 3 വിഷ്ണുമൂർത്തികളെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റത്തെ കാരണോദകശായി വിഷ്ണു, 2 ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണുവാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമാകുന്നത്, സമഗ്ര പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് മഹാവിഷ്ണു. തത്വത്തില് ആ കാരണോദകശായി വിഷ്ണു ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് ഇതിനെല്ലാത്തിലും ഉൾപോകുന്നതാണ് ആര്? ഗർഭോദകശായി വിഷ്ണു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ വിഷ്ണുമൂർത്തിയായിട്ടുള്ള ക്ഷീരോദകശായി വിഷ്ണുവാണ് സർവപ്രപഞ്ച വ്യാപ്തമായിട്ടുള്ള പരമാത്മാവായിട്ട് എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത്. ഈ 3 വിഷ്ണുമൂർത്തികളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് ഈ 3 വിഷ്ണുമൂർത്തികളിലൂടെയാണ്. ഭഗവാന്റെ പുരുഷാവതാരങ്ങളായിട്ടാണ് ഈ 3 മൂർത്തികൾ അറിയപ്പെടുന്നത്. ഭഗവാന്റെ ഈ ക്ഷണികമായിട്ടുള്ള ഒരു ആവിർഭാവമാണ് എന്ത്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ക്ഷണികമായിട്ടുള്ളതാണ്. ഭൗതിക പ്രപഞ്ചം ഭൗതിക ലോകം എന്ന് പറയുന്നത് ക്ഷണികമായിട്ടുള്ള ഒരു ആവിർഭാവമാണ്. അത് ക്ഷണികമാണ്, അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല ഈ ഭൗതിക ലോകം. അത് എന്തുകൊള്ളതാണ്? അത് നശിച്ചു പോകുന്നതാണ്. സ്ഥിരമായിട്ട് ആത്മീയ ലോകങ്ങൾ പോലെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ത്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഭഗവാന്റെ ശാസ്ത്രം ഗ്രഹിക്കാത്തവര് ഇതെന്ത് ചിന്തിക്കുന്നു? ഭഗവാന്റെ ഈ ശാസ്ത്രം മനസ്സിലാക്കാത്തവര് ഈ ലോകം സുഖിക്കാനുള്ളതാണ്, കാരണഭൂതനും ആസ്വാദനവും ജീവാത്മാക്കൾ തന്നെയാണെന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെയുള്ളവരാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തവര്? ഭഗവാനെ കുറിച്ച് തത്വത്തിൽ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാത്തവർ എന്ത് വിചാരിക്കാണ്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് സുഖിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ചിന്തിക്കുന്നത്. കാരണഭൂതനും ആസ്വാദകനും, എല്ലാത്തിനും കാരണമാകുന്നതും അതുപോലെ തന്നെ ആസ്വാദകനും ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണെന്നാണ് ആര് ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ജീവാത്മാക്കൾ ചിന്തിക്കാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖിക്കാൻ മാത്രമുള്ളതാണ്. കാരണഭൂതനും, ഇതിന് കാരണഭൂതരും ആസ്വാദകരും എല്ലാതും ആര് തന്നെയാണ്? ഞാൻ തന്നെയാണെന്നാണ് നമ്മൾ കരുതുന്നത്. പൊതുവെ ജീവാത്മാക്കൾ കരുതുന്നത് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അല്ലാതെ ഇതിനെല്ലാത്തിനും മൂല കാരണമായിട്ടുള്ള ഭഗവാനാണ് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഇത്തരത്തിൽ സുഖിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ജീവാത്മാക്കള് മനസ്സിലാക്കുന്നില്ല. അവർ കരുതുന്നത് എല്ലാം അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. ആസ്വാദകർ എന്ന് പറഞ്ഞാൽ അവരാണെന്ന് അവർ ചിന്തിക്കുന്നു. ഈ ഭഗവാന്റെ 8 വിഭിന്ന ശക്തികളിലെ 24 മൂലകങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ത്? ഭഗവാന്റെ 8 വിവിധ ശക്തികൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പിന്നെ വന്നിട്ട് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അപ്പൊ ഇതിൽ നിന്നാണ് 24 മൂലകങ്ങള് ഉളവാകുന്നത്. അപ്പൊ അതിന് അടുത്തതിൽ പറയുന്നു, ഇനി വരുന്നുണ്ടല്ലോ അതില്.
അപരേയമിതസ്തന്യം പ്രകൃതിം വിധിമാത്മേ പരാം ജീവഭൂത മഹാബാഹോ യേദം ധര്യതേ ജഗത്. ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. അപ്പൊ ഇതിനു പുറമെ എനിക്ക് വേറൊരു ശക്തി കൂടിയുണ്ട്, ഉത്കൃഷ്ടമായ ശക്തി. അതെന്താണ്? പ്രകൃതിയുടെ ഗുണങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. അപ്പൊ ഈ ജീവഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് ആര്? ഈ ജീവഗണങ്ങൾ. അത് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയായിട്ടാണ് പറയുന്നത്. ജീവാത്മാക്കള് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയായിട്ടും ഭൗതിക പ്രകൃതി ഭഗവാന്റെ അധമ ശക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്. ജീവഗണങ്ങൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ്. അപ്പൊ ജീവാത്മാക്കളെ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയായിട്ട് അല്ലെങ്കിൽ തടസ്ഥ ശക്തിയായിട്ടാണ് പറയുന്നത്. തടസ്ഥ ശക്തി എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ജീവാത്മാക്കൾക്ക് ഇപ്പുറത്തേക്കും കടക്കാം, ഇപ്പുറത്തേക്കും കടക്കാം, നടുക്കാണ് വരുന്നത്. അതിന് ഭഗവാൻ ആത്മീയ ശക്തിയിലേക്കും വരാം, ബാഹ്യശക്തിയിലേക്കും വരാം. അതുകൊണ്ടാണ് ജീവാത്മാക്കൾ എന്ത് പറയുന്നത്? തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. സ്ഥൂല പദാർത്ഥം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. സൂക്ഷ്മ പദാർത്ഥം മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ജീവാത്മാക്കൾ എന്ന് പറയുന്നത് 8 തരം വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഭഗവാൻ ഗുണത്തില് തുല്യ ശക്തിയാൽ ജീവാത്മാക്കൾക്കും ജീവാത്മാവും ഭഗവാനും ഗുണത്തിൽ തുല്യ ശക്തി അല്ല. അപ്പൊ ഭഗവാനും ഗുണത്തില് തുല്യരാണ്. ജീവാത്മാക്കളും ഭഗവാനും എങ്ങനെയാണ്? ഗുണത്തില് തുല്യരാണ്. ശക്തിയിൽ എങ്ങനെയല്ല? ശക്തിയാൽ ജീവാത്മാക്കൾക്കും ജീവാത്മാവ് ഭഗവാനും ഗുണത്തിൽ തുല്യ ശക്തിയിലല്ല. നോക്കാം നമുക്ക്. മോക്ഷം എന്നാൽ ഭഗവാന്റെ അധീനതയിലേക്ക് വഴങ്ങുക എന്നാണ് മോക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവാത്മാക്കളുടെ മൂലസ്വരൂപം എന്തെന്നാൽ ഭഗവാന്റെ നിത്യദാസരാണെന്ന ബോധം. ഭഗവാന്റെ നിത്യദാസന്മാരാണ് എന്നതാണ് എന്ത്? ജീവാത്മാക്കളുടെ മൂലസ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യദാസരാണെന്നുള്ള ബോധം. ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അവർ യഥാർത്ഥ മൂലസ്വരൂപം മറന്നു പോകുന്നു. അതിന് കാരണം ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയാണ് അതിന് കാരണമാകുന്നത്. അപ്പോൾ ജീവഗണങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ്. ആര്? ജീവഗണങ്ങൾ അല്ലെങ്കിൽ തടസ്ഥ ശക്തി എന്ന് പറയാം. അതിനെയാണ് എന്ത് പറയുന്നത്? ഉത്കൃഷ്ട ശക്തി അല്ലെങ്കിൽ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് ജീവാത്മാക്കളാണ്. സ്ഥൂല ശരീരം അല്ലെങ്കിൽ സ്ഥൂല പദാർത്ഥം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ഥൂല പദാർത്ഥമായിട്ട് പറയുന്നത്. സൂക്ഷ്മ പദാർത്ഥം എന്ന് പറയുന്നതോ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അതിനെ എന്ത് പറയുന്നു? സൂക്ഷ്മ പദാർത്ഥമായിട്ട് പറയുന്നു. പിന്നെ വന്നിട്ട് 8 തരം വിഭവങ്ങളെയാണ് ജീവാത്മാക്കൾ ചൂഷണം ചെയ്യുന്നത്. അതാണെന്ന് പറഞ്ഞ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഈ 8 തരം വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് ആര്? ഈ ജീവാത്മാക്കള്. പിന്നെ പറയുന്നു ജീവാത്മാക്കള് ഭഗവാനും ഗുണത്തിൽ തുല്യ ശക്തി ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, അവിടെ എന്തോ ഒരു ഭഗവാനും ഗുണത്തിൽ തുല്യ ശക്തി ആയതുകൊണ്ട് ഗുണത്തിൽ തുല്യ ശക്തിയായതിനാൽ ജീവാത്മാവും ഭഗവാനും ഗുണത്തിൽ തുല്യ ശക്തിയിലല്ല. ശക്തികൾ എപ്പോഴും എങ്ങനെയാണ്? ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണ്. ഈ ശക്തിയാലാണ് എന്ത് ചെയ്യുന്നത്? ഭൗതിക പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത്. ജീവാത്മാക്കളും ഭഗവാനും ഒരിക്കലും എന്തല്ല? ശക്തിയിൽ തുല്യരല്ല. ജീവാത്മാക്കളും ഭഗവാനും ഗുണത്തിൽ തുല്യമാണ്, പക്ഷെ ശക്തിയിൽ എങ്ങനെയല്ല? തുല്യരല്ല. ജീവാത്മാക്കളും ഭഗവാനും ഒരിക്കലും ശക്തിയില് തുല്യരല്ല. ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് അവിടെ പറയുന്നത്? ഭാഗവതത്തിൽ പറയുന്നതായിട്ട് പറയുന്നത് ഗുണം കൊണ്ട് ഭഗവാന്റേതിനോട് തുല്യരായതിനാൽ അവർ കൃഷ്ണന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു. എന്നാൽ ശക്തിയുടെ തോതനുസരിച്ച് ഒരിക്കലും തുല്യരാകില്ല. അപ്പൊ ഭഗവാന്റെ ഗുണത്തിന് തുല്യമാകുന്നു, ഗുണത്തില് തുല്യനാണ്, പക്ഷെ ഒരിക്കലും ശക്തിയുടെ തോതനുസരിച്ച് ഒരിക്കലും എന്തല്ല? ജീവാത്മാക്കളും ഭഗവാനും തുല്യരാണ്. അവിടെ എഴുതിയതിൽ എന്തോ ചെറിയൊരു
മിസ്റ്റേക്ക് വരുന്നുണ്ട്, അത് എന്താണെന്ന് മനസ്സിലായില്ലേ നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, ജീവാത്മാക്കളും ഭഗവാനും എങ്ങനെയാണ്, ഗുണത്തിൽ തുല്യരാണ്, പക്ഷെ ശക്തിയിൽ ഒരിക്കലും എങ്ങനെയല്ല, ഭഗവാന് തുല്യരല്ല ജീവാത്മാക്കള്. ഗുണത്തില് ഭഗവാന്റേതിന് തുല്യരായത് കൊണ്ട് തന്നെ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയായിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് ജീവാത്മാക്കളെ ഉത്കൃഷ്ട ശക്തി എന്ന് പറയാൻ കാരണം ഗുണത്തിൽ അത് ഭഗവാന്റേതിനോട് തുല്യമായത് കൊണ്ടാണ്. പക്ഷെ ശക്തിയുടെ തോത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഭഗവാൻ ജീവാത്മാക്കളും ഭഗവാനും ഒരിക്കലും തുല്യരല്ല എന്നുള്ളത് കൂടി നമുക്ക് അവിടെ മനസ്സിലാക്കാണ്. മോക്ഷം എന്നാൽ ഭഗവാന്റെ അധീനതയിലേക്ക് വഴങ്ങുക എന്നാണ്. അപ്പൊ നമുക്ക് മോക്ഷം നേടാന്ന് പറഞ്ഞാൽ എന്താണ്, മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അധീനതയിലേക്ക് വരാം എന്നുള്ളതാണ് നമുക്ക് എന്തുകൊണ്ട് അർത്ഥാക്കുന്നത്, മോക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് മോക്ഷം നേടാം, മോചനം നേടാന്ന് വെച്ചാൽ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകാണ്, തിരിച്ച് നമ്മുടെ മൂലസ്വരൂപമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിയാം, ഭഗവാനിലേക്ക് നടക്കുക. അതായത് ഇവിടെ നിന്ന് ആ മായാശക്തിയുടെ, ഭഗവാന്റെ തന്നെ ശക്തിയാണ് മായ, ആ മായാശക്തിയിൽ നിന്ന് മോചനം നേടുക, അതാണ് എന്ത് പറയുന്നത്, മോക്ഷം എന്നുള്ളതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുന്നത്. ജീവാത്മാക്കളുടെ മൂലസ്വരൂപം എന്തെന്നാൽ ഭഗവാന്റെ നിത്യദാസന്മാരാണെന്ന് ബോധം ഉണ്ടാകും. അപ്പൊ ജീവാത്മാവിന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മൾ ഭഗവാന്റെ നിത്യദാസന്മാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് എന്ത്, ജീവാത്മാവിന്റെ മൂലസ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യദാസത്വമാണ് എന്നുള്ള ബോധം ആർക്കുണ്ടാവണം, ജീവാത്മാക്കൾക്ക് ഉണ്ടാവണം. ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അവർ യഥാർത്ഥ മൂലസ്വരൂപം മറന്നു പോകുന്നു. അതിന് കാരണം ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള മായ കൊണ്ട്. അപ്പൊ ഭഗവാന്റെ മായാശക്തി കാരണം കൊണ്ട് ജീവാത്മാക്കൾക്ക് എന്ത് സംഭവിക്കും, ഈ ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അവര് യഥാർത്ഥ മൂലസ്വരൂപത്തെ അവര് മറന്നു പോകും. ഏതേനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തഥാ. സൃഷ്ടിയിലെ എല്ലാറ്റിന്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണ്. അപ്പൊ ഈ ഭൗതിക സൃഷ്ടിയുടെ എല്ലാറ്റിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ഈ രണ്ട് ശക്തികളാണ്. ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടുള്ള ഇവിടെ എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെ എന്ന് നിശ്ചയമായി അറിയുക. അപ്പോൾ എല്ലാറ്റിന്റെയും ആധ്യാത്മികമായിട്ടുള്ളതായാലും ഭൗതികമായിട്ടുള്ളതായിട്ടുള്ളതും എല്ലാറ്റിന്റെയും ഉത്ഭവവും അതുപോലെ തന്നെ വിനാശവും ആര് തന്നെയാണ്, ഭഗവാൻ തന്നെയാണെന്ന് അറിയുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ കാണുന്നതെല്ലാം ചേതനയുടെയും പദാർത്ഥത്തിന്റെയും ഉൽപ്പന്നമാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ എന്താണത്, ചേതനയുടെ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ ഉൽപ്പന്നം. ചേതന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഉണ്ടാകുന്ന ഒരു അവബോധം, ആത്മാവ്, അതിന്റെ പദാർത്ഥത്തിന്റെയും ഉൽപ്പന്നമാണെന്ത്, ഈ കാണുന്നതെല്ലാം തന്നെ. ചേതനയാണെന്ത്, സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ആ ചേതനയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ പദാർത്ഥത്തിനുള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഭൗതിക ശരീരം ഉളവാകുന്നു. അപ്പോൾ ആ പദാർത്ഥത്തിനുള്ളിൽ ആ നമ്മുടെ ഭൗതിക ശരീരം ഉളവാകുന്നത് എങ്ങനെയാണ്, ആ പദാർത്ഥത്തിനുള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ ഭൗതിക ശരീരം ഉളവാകുന്നത്. ചേതനയുടെയും പദാർത്ഥത്തിന്റെയും സംയോഗത്തിലാണ് ഭീമാകാരമായ വിശ്വരൂപം പ്രകടമാകുന്നത്. അപ്പൊ ഈ ചേതന കൊണ്ടും അതുപോലെ തന്നെ പദാർത്ഥത്തിന്റെയും സംയോഗം, അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഭീമാകാരമായ ഈ വിശ്വരൂപം പ്രകടമാകുന്നത്. അതായത് പരമാത്മാവായ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിലാണ് എന്തുണ്ടാകുന്നത്, ഈ മഹാപ്രപഞ്ചം ഉണ്ടാകുന്നത്. ആ പ്രപഞ്ചത്തിന്റെ, ആ ചേതനയുടെയും പദാർത്ഥത്തിന്റെയും സംയോഗം കൊണ്ടാണ് ഈ വിശ്വരൂപം, ഈ വിശ്വപ്രപഞ്ചം പ്രകടമാകുന്നത്. അപ്പൊ ചേതനയും പദാർത്ഥവും രണ്ടും എന്ത് തന്നെയാണ്, ഭഗവാന്റെ ശക്തികൾ തന്നെയാണ്. ഇത് രണ്ടും ഭഗവാന്റെ ശക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനാണ് എല്ലാറ്റിന്റെയും മൂലകാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പരമാത്മാവാണ് ഈ മഹാപ്രപഞ്ചത്തിന് കാരണം. അതിനാൽ അദ്ദേഹം സർവ്വകാരണങ്ങൾക്കും കാരണമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം ആരാണ്, ഭഗവാൻ തന്നെയാണ്. ഈ ചെറുതായിട്ടുള്ളതായും വലുതായിട്ടുള്ളതായും എല്ലാ ആത്മാക്കൾക്കും കാരണഭൂതൻ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, സർവ്വകാരണങ്ങളുടെയും കാരണനാണ് ആര്, ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിനും കാരണമായിട്ടുള്ളത്. ഇപ്പൊ എന്തൊരു സംഭവം എടുത്താലും ഈ ഭൗതിക പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ആത്മീയത്തിലുള്ള എന്തെടുത്താലും എല്ലാറ്റിനും പ്രകടമാകുന്നത് ആരാണ് കാരണം, ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിനും കാരണമാകുന്നത്. മത്ത പലതരം നാന്യത് കിഞ്ചദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല.
മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവ്വതും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പറയാണ്, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല, മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ എല്ലാതും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, മുത്തുകള് നൂലിന്മേൽ കോർത്തിട്ട് കഴിഞ്ഞാൽ നൂല് നമ്മൾ കാണുന്നില്ല, മുത്ത് മാത്രമേ കാണുന്നുള്ളൂ. അതേപോലെയാണ് എന്ത്, എല്ലാം ഭഗവാനിലെ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നത്. ആ പരമനിരപേക്ഷ സത്യം വ്യക്തിഗതമാണ്. ബ്രഹ്മസംഹിത ഇത് തറപ്പിച്ചു പറയുന്നു. ആ പരമസത്യം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുള്ള, വ്യക്തിഗതമോ അവ്യക്തിഗതമോ ആണെന്നുള്ളതൊരു വിവാദ വിഷയമാണെങ്കിൽ ഇതിൽ പറയുന്നുണ്ട്, ബ്രഹ്മസംഹിതയിൽ തർപ്പിച്ചു പറയുന്നുണ്ട്, ആ പരമസത്യം ആരാണ്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ളത് പറയുന്നുണ്ട്. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, ആദിദേവനും ആനന്ദസാഗരവും സച്ചിദാനന്ദ മൂർത്തിയുമായിട്ടുള്ള ആ കൃഷ്ണൻ ഭഗവാൻ ഗോവിന്ദനാണ് സർവോത്കൃഷ്ടമായ പരമസത്യം എന്നുള്ളത് എന്തിൽ പറയുന്നു? ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ആ പരമസത്യം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണെന്ന് ഭഗവത്ഗീതയിലും സിദ്ധാന്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവത്ഗീതയിലും എന്ന് പറയുന്നു, ആ പരമസത്യം എന്ന് പറയുന്നത് ഭഗവാനാണെന്നുള്ളത് എന്തിലും പറയുന്നു? ഭഗവത്ഗീതയിലും ഓരോ പേജിലും ഓരോ താളിലും എന്ന് പറയുന്നുണ്ട്, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ളത് ഭഗവത്ഗീതയിലും പറയുന്നു. ആദ്യത്തെ ജീവാത്മാവ് ബ്രഹ്മാവ്, ബ്രഹ്മാവിനുപരിയാണെന്ത് ഈ അതീന്ദ്രിയമായ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവാത്മാവ്, ആദ്യത്തെ ജീവാത്മാവായിട്ടുള്ള ബ്രഹ്മാവിനും ഉപരിയാണെന്ത് ഈ അതീന്ദ്രിയമായ സത്യം എന്ന് പറയുന്നത്, അതിനേക്കാളും ഉപരിയിലാണ്. അപ്പൊ ഭൗതിക ലോകത്തില് നമുക്ക് എടുക്കാം, ആദ്യത്തെ ലോകമാണ് എന്ത്? ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകത്തില് ആദ്യത്തെ ജീവാത്മാവാണ് ആര്? ബ്രഹ്മാവ്. ഇപ്പൊ ദേവന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാവരിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനും ഉപരിയാണ് എന്ത്? ഈ അതീന്ദ്രിയമായ സത്യം. ഒരു മഹാവൃക്ഷത്തെ പോലെ ആധ്യാത്മിക പ്രേമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് ആദിമ പുരുഷൻ നിലകൊള്ളുന്നു. അപ്പൊ ഈ ഭഗവാൻ, ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് നിലകൊള്ളുന്നത്? ആധ്യാത്മിക പ്രേമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ടാണ് ആര് നിലകൊള്ളുന്നത്? ഈ പരമസത്യമായിട്ടുള്ള ആ ഭഗവാൻ, ആദിമ പുരുഷനായിട്ടുള്ള ഭഗവാൻ നിലകൊള്ളുന്നത്. അതുകൊണ്ട് അത്യുന്നതനായതുകൊണ്ട് തന്നെ ആ പരമപുരുഷനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു സത്യമില്ല. അണുവിനേക്കാൾ അണുവാണ്, ബൃഹത്തിനേക്കാൾ, അതായത് ബൃഹത്താണ്, അത് വലുതിനേക്കാൾ വലുതാണ്, ചെറുതിനേക്കാൾ ചെറുതാണ്. ആ ഒരു മഹാവൃക്ഷത്തെ പോലെ നിശബ്ദം ആ ആധ്യാത്മിക ആ വ്യോമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ നിലകൊള്ളുന്നു. അപ്പൊ വേരുകള് എപ്രകാരമാണോ വൃക്ഷത്തിന്റെ വേരുകൾ വ്യാപിച്ചിരിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ ശക്തി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് എന്ത്? ഭഗവാന്റെ ശക്തി എന്ന് പറയാം നമുക്ക്. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസം, സൂര്യചന്ദ്രന്മാരിലെ പ്രകാശം, വേദമന്ത്രങ്ങളിലെ പ്രണവം, ആകാശത്തിലെ ശബ്ദം, പുരുഷന്റെ പൗരുഷം ഞാനാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, ജലത്തിലെ രസം ഞാനാണ്, സൂര്യചന്ദ്രന്മാരിലെ പ്രകാശം, വേദമന്ത്രങ്ങളിലെ പ്രണവം, പ്രകാശത്തിലെ ശബ്ദം, പുരുഷന്റെ പൗരുഷം, ഇതെല്ലാം ആരാണ്? ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. ആധ്യാത്മികങ്ങളും ഭൗതികങ്ങളുമായ തന്റെ ശക്തികളാൽ ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ ഇവിടെ പറയണം. അപ്പൊ ഭൗതികമായ തന്റെ ശക്തി കൊണ്ട്, ആധ്യാത്മികമായ ശക്തി കൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. വെള്ളത്തോടുള്ള പ്രിയം ഭഗവാന്റെ രസം, സ്വാദ്, വിശുദ്ധി എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഭഗവാന്റെ ശക്തിയിൽ ഒന്നാണ് ഈ ശുദ്ധരസം. അപ്പൊ വെള്ളത്തിൽ വരുന്ന ക്രിയാത്മകത്വം, ആ ടേസ്റ്റ്, ആ രസം നമുക്ക് എന്താണ്? അത് ഭഗവാനാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഏത് വിഷയത്തിലും വ്യക്തിഗതവും അവ്യക്തിഗതവുമായ സങ്കല്പങ്ങൾക്ക് ഒരേ സമയം സാധ്യതയുണ്ടെന്നും വൈരുദ്ധ്യം ഇല്ലെന്നും ഈശ്വരജ്ഞാനം നേടിയവർക്കറിയാം. അതിനാലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അചിന്ത്യ ഭേദാഭേദ തത്വം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം അചിന്ത്യ ഭേദ അഭേദ തത്വം, ഒരേ സമയം തന്നെ അതെന്താണ്? ഭേദവുമാണ് അഭേദവുമാണ്. എന്താണ് പറഞ്ഞത്? ഏത് വിഷയത്തിലും അവ്യക്തിഗതമായ സങ്കല്പങ്ങൾക്ക് ഒരേ വിധം എന്തുണ്ട്? ഭേദവുമുണ്ട്, അഭേദവുമുണ്ട്, വൈരുദ്ധ്യവുമുണ്ട്, സാധ്യതയുണ്ട്. വൈരുദ്ധ്യമില്ല എന്നും ഒരേ സമയം സാധ്യത ഉണ്ടെന്നും, ഒരേ സമയം സാധ്യതയുണ്ടെന്നും വൈരുദ്ധ്യമില്ലെന്നും ഈശ്വരജ്ഞാനം നേടിയവർക്കറിയാം. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇവിടെ അചിന്ത്യ ഭേദ തത്വം എന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അചിന്ത്യ ഭേദ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ തത്വം, അചിന്ത്യ ഭേദ തത്വം സ്ഥാപിച്ചിരിക്കുന്നത്. ഭഗവാന്റെ
ബ്രഹ്മജ്യോതിസിൽ നിന്നാണ് സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശം നൽകുന്നത്. നമുക്കറിയാവുന്നതാണ് ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൂര്യൻ ആ പ്രകാശം കിട്ടുന്നത്. സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശം നൽകുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ നിന്നാണ് പ്രകാശം നൽകുന്നത്. പ്രണവ മന്ത്രം ഓങ്കാരം ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്രണവം അഥവാ ഓങ്കാരം ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതിനാണ് നമ്മൾ പ്രണവം പറയുന്നത്. പ്രണവം ചെയ്യുന്നത് അതീന്ദ്രിയമായിട്ടുള്ള നാദമാണെന്ത്? ഓങ്കാരം എന്ന് പറയുന്നത്. കൃഷ്ണനെ അറിയാത്തവരെങ്ങനെയാണ്? മായാമോഹിതരാണ്. അപ്പൊ ഭഗവാനെ അറിയുന്നവർ മുക്തരായിരിക്കും, അല്ലാത്തവരെല്ലാം എങ്ങനെയാണ്? മായയ്ക്ക് അടിമപ്പെട്ടവരാണ് അല്ലാത്തവര്. കൃഷ്ണനെ അറിയാതിരിക്കുക എന്നുള്ളതാണ് എന്ത്? ഈ ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞ എന്താണ്? എല്ലാ വിഷയത്തിലും അവ്യക്തിഗതവും വ്യക്തിഗതവുമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് ഒരേ സമയം സാധ്യത ഉണ്ടെന്നും വൈരുദ്ധ്യമില്ലെന്നും ഈശ്വരജ്ഞാനം നേടിയവർക്ക് അറിയാൻ സാധിക്കും. അതിനാലാണ് ചൈതന്യ മഹാപ്രഭു ദിവ്യമായിട്ടുള്ള അചിന്ത്യ ഭേദ തത്വം അത് സ്ഥാപിച്ചത്. അചിന്ത്യ ഭേദ തത്വം എന്ന് പറഞ്ഞാല് എന്താണ് പറഞ്ഞത്? ഒരേ സമയം തന്നെ അതെന്താണ്? ഒന്നായിരിക്കും, അതേസമയം ഭിന്നവുമായിരിക്കും. അതാണ് അവിടെ പറഞ്ഞത്. ഒരേ സമയം തന്നെ അത് ഒരേപോലെ ആയിരിക്കും, എന്നാൽ വ്യത്യസ്തവുമായിരിക്കും. അപ്പൊ അചിന്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? അചിന്യം എന്ന് വെച്ചാല് നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള, നമുക്ക് ചിന്തിക്കാനായിട്ട് ചിന്തകൾക്കപ്പുറത്ത്, അതാണ് അചിന്യം എന്ന് പറയാം. ഭഗവാൻ എന്ന് പറഞ്ഞാല് ഭഗവാനും ജീവാത്മാക്കളും ഒന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭിന്നമാകുക? നമ്മൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യം എന്ന് പറയാണ്. അപ്പൊ ഭഗവാനും ജീവാത്മാക്കളും ഒന്നാണെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ഭിന്നമാകുന്നത്? ഭിന്നമാണെങ്കിൽ പിന്നെ എങ്ങനെ അത് ഒന്നാകും? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ഭിന്നമാണെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ഒന്നാകുന്നത്? അല്ലെങ്കിൽ ഭിന്നമാണെങ്കിൽ അതെങ്ങനെ ഒന്നാണെങ്കിൽ എങ്ങനെ ഭിന്നമാകും? ഭിന്നമാണെങ്കിൽ അതെങ്ങനെ ഒന്നാകും? അപ്പൊ അങ്ങനെ ഈ വൈരുദ്ധ്യത ഒരേ സമയം നിലനിൽക്കുന്നെങ്കിൽ അതെന്താണ്? നമ്മുടെ ബുദ്ധിക്ക്, ഇപ്പൊ നമ്മുടെ പരിമിതമായ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? അചിന്ത്യ ഭേദ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാണെങ്കിൽ അതൊരിക്കലും ഭിന്നമായിരിക്കില്ല, ഭിന്നമായിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒന്നാവില്ല. അത് നമുക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? അചിന്ത്യ അഭേദ തത്വം എന്ന് പറയുന്നത്. അപ്പൊ അചിന്ത്യ അഭേദം. അപ്പൊ ഫസ്റ്റത്തത് അചിന്ത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളത്. അതുകൊണ്ടാണ് അതൊന്നാണെങ്കിൽ ഒരിക്കലും എന്താവില്ല? ഒന്നാണെങ്കിൽ അത് ഭിന്നമാവില്ല, ഭിന്നമാണെങ്കിൽ അത് ഒന്നായിരിക്കില്ല. അതാണ് അചിന്ത്യം. രണ്ടാമത്തത് ഭേദം എന്ന് പറഞ്ഞാല് എന്ത് പറയാം? നമുക്ക് വ്യത്യാസമുള്ളത് അല്ലെ. ഭേദം എന്ന് വെച്ചാൽ വ്യത്യാസം. അപ്പൊ ജീവാത്മാക്കള് എന്ന് പറഞ്ഞാല് ഭഗവാനിൽ നിന്ന് അളവില് സ്ഥാനത്തിലൊക്കെ എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. അളവില് വ്യത്യാസമാണ്. ഭഗവാന്റെ ജീവാത്മാക്കളുടെയും സ്ഥിതിയിലും വ്യത്യാസമാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞ പരമാത്മാവാണ്. ഈ ലോകത്തിന്റെ നാഥനാണ് ഭഗവാൻ. അപ്പോൾ അളവില് എന്താണ്? രണ്ടും തമ്മില് വ്യത്യാസമാണ്. ഭഗവാൻ പരിപൂർണനാണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഭഗവാൻ സ്രഷ്ടാവാണ്, സർവശക്തനാണ്, ശക്തനാണ്. എല്ലാറ്റിന്റെയും ഉറവിടമാരാണ്? ഭഗവാനാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാല് ഭഗവാന്റെ അംശമാണ്. ഈ പരിമിതമായ ശക്തിയാണ് ആർക്കുള്ളത്? ജീവാത്മാക്കൾക്കുള്ളത്. അപ്പൊ ഭഗവാൻ സമുദ്രമാണെങ്കിൽ ജീവാത്മാവ് എന്താണ്? ആ സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവിടെ ഭേദം എന്ന് പറഞ്ഞാല് ജീവാത്മാവ് ഭഗവാന്റെ അംശമാണ്. പക്ഷെ എന്തല്ല? ഭഗവാനല്ല ഒരിക്കലും ജീവാത്മാവ്. ഇപ്പോൾ ഭഗവാനാണെങ്കിൽ സർവശക്തനാണ്, അനന്തമായ ശക്തിയുള്ളവനാണ്, എല്ലാറ്റിന്റെയും ഉറവിടമാണ് ഭഗവാൻ. പക്ഷെ ജീവാത്മാവ് എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഒരു അംശം മാത്രമേ ആകുന്നുള്ളൂ. പിന്നെ അഭേദം എന്ന് വെച്ചാൽ എന്താണ്? ഒരേപോലെ. ഇപ്പൊ ജീവാത്മാവും ഭഗവാനും എങ്ങനെയാണ്? ഗുണത്തില് തുല്യരാണ്, ഒരേ ഗുണത്തില് തുല്യരാണ്. അപ്പൊ ജീവാത്മാവിന്റെ ഗുണങ്ങളും ഭഗവാന്റെ ഗുണങ്ങളും ഒരേപോലെ. സച്ചിദാനന്ദനാണ് രണ്ടും. സച്ചിദാനന്ദ സ്വരൂപനാണ് ജീവാത്മാവും പരമാത്മാവും. ഭഗവാനെ പോലെ തന്നെ നിത്യത ആർക്കുണ്ട്? ജീവാത്മാവിനുണ്ട്. കാരണം ജീവാത്മാവിന് എന്തില്ല? ജനന മരണങ്ങളില്ല. ഭഗവാനും അതില്ല. ജ്ഞാനവും ആനന്ദവും എല്ലാം ആർക്കുണ്ട്? സത്ത് ചിത്താനന്ദം അതാർക്കുണ്ട്? ജീവാത്മാവിനുണ്ട്. അപ്പൊ രണ്ടും എങ്ങനെയാണ്? ഒരുപോലെയാണ്. ഇപ്പൊ ഭഗവാൻ സൂര്യനാണെങ്കിൽ ജീവാത്മാവ് സൂര്യന്റെ രശ്മികളാണ്. സൂര്യന്റെ ഗുണങ്ങൾ ആർക്കുണ്ട്? സൂര്യന്റെ രശ്മിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗുണത്തിൽ രണ്ടും എന്താണ്? തുല്യനാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെന്ന് പറയുന്നത് അചിന്ത്യ ഭേദ. ഒരേ സമയം തന്നെ അത് സാധ്യതയുണ്ട്, അതുപോലെ തന്നെ വൈരുദ്ധ്യം രണ്ടും പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് അചിന്ത്യ അഭേദ തത്വം. അത് ആരാണ് അത് സ്ഥാപിച്ചത്? ചൈതന്യ മഹാപ്രഭു
പറഞ്ഞത്. പുണ്യോ ഗന്ധ പൃഥിവീം ച തേജാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപച്ചാസ്മി തപസ്സിഷു. ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെ ജീവനായും തപസ്സുകളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ. അപ്പൊ ഭൂമിയിലെ പുണ്യഗന്ധമായിട്ടും തീയിലെ ചൂടായിട്ടും ജീവജാലങ്ങളിലെ ജീവനായിട്ടും തപസ്സുകളിലെ തപസ്സായിട്ടും കുടികൊള്ളുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഈ ഭൗതിക ലോകത്തിൽ എല്ലാറ്റിനും ഒരു സവിശേഷ ഗന്ധമുണ്ട്. പൂവിന്, ഭൂമിക്ക്, വായുവിന്, ജലത്തിന്, അഗ്നിക്ക് എല്ലാത്തിനും എന്തുണ്ട്? ഒരു സവിശേഷ ഗന്ധമുണ്ട്. അപ്പൊ മാലിന്യം തീണ്ടാത്ത ഈ ഗന്ധമാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും മൗലികമായിട്ടൊരു പ്രത്യേക ഗന്ധമുണ്ട്, എല്ലാത്തിനും ഒരു പ്രത്യേക രുചിയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഗന്ധമുണ്ട്. അതാണ് എന്ത്? ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും മൗലികമായിട്ട് ഒരു പ്രത്യേക ഗന്ധം, ഒരു പ്രത്യേക രുചി എല്ലാറ്റിനുമുണ്ട്. ആ മാലിന്യം തീണ്ടാത്ത ഗന്ധമാണ് ആര്? ഭഗവാൻ. ദഹന പ്രക്രിയയ്ക്ക് അഗ്നി ആവശ്യമാണ്. അതുപോലെ ഫാക്ടറികൾ നടത്താനും ആഹാരം പാകം ചെയ്യാനും നമുക്ക് എന്ത് വേണം? അഗ്നി വേണം. ഭഗവാന്റെ അനുഗ്രഹത്തിൽ മനുഷ്യന്റെ ജീവിതം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ എല്ലാതും എങ്ങനെയാണ്? ഭഗവാന്റെ അതനുസരിച്ചാണ് കിട്ടുന്നത്. അപ്പൊ പറയുന്നത് നമുക്കറിയാം, ദഹന പ്രക്രിയക്ക് ഭഗവാൻ വൈശ്വാനരൻ എന്ന് പറഞ്ഞിട്ട് അഗ്നിയായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. ആ അഗ്നിയുടെ സഹായത്താലാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? നമ്മുടെ ദഹന പ്രക്രിയകൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഭഗവാൻ എന്താ പറയുക, മനുഷ്യന്റെ ആയുസ് ദീർഘിപ്പിക്കാനും കുറയ്ക്കാനും എന്ത് സാധിക്കും? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. കൃഷ്ണാവബോധം ഏതൊരു മണ്ഡലത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ബീജമാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ്തേജസ്സിനാമഹം. ഹേ കുന്തിപുത്ര, സർവ്വ ജീവജാലങ്ങളുടെയും ആദ്യ ബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്സികളുടെ തേജസ്സും ഞാൻ തന്നെ. അപ്പോൾ ബുദ്ധിമാന്മാരുടെ ബുദ്ധി, ശക്തി, തേജസ്സികളുടെ തേജസ് ഇതെല്ലാം ആര് തന്നെയാണ്? ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. കൃഷ്ണനാണ് എല്ലാത്തിനും ബീജം പ്രദാനം ചെയ്തത്. അത് സർവചരാചരങ്ങൾ, ചരിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങൾക്കും ബീജം പ്രദാനം ചെയ്തത് ആരാണ്? ഭഗവാനാണ്. അങ്ങനെ 84 ലക്ഷം ജീവഗണങ്ങൾ അല്ലെങ്കിൽ ജീവാത്മാക്കള് എല്ലാറ്റിനും ബീജം പ്രദാനം ചെയ്തത് ഭഗവാനാണ്. ബ്രഹ്മം അവ്യക്തിഗതം, പരബ്രഹ്മം വ്യക്തിഗതവുമാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അവ്യക്തിഗതമായിട്ടുള്ളതാണ്. പരബ്രഹ്മം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യക്തിഗതമായിട്ടുള്ളതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാല് അവ്യക്തിഗതം, അതാണ്. പരബ്രഹ്മം എന്ന് പറഞ്ഞാലോ വ്യക്തിഗതമാണ്. ബ്രഹ്മം വ്യക്തിഭാവത്തിൽ നിലകൊള്ളുന്നു, അതാണ് ഭഗവത്ഗീത സിദ്ധാന്തം. ആ ബ്രഹ്മം എന്ന് പറയുന്നത് അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മം, അത് വ്യക്തിഭാവത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? ഭഗവത്ഗീതയില് പറയുന്നത്. അതുകൊണ്ട് അതെന്തിലാ പറയണത്? ബ്രഹ്മം അഥവാ പരമനിരീക്ഷ തത്വമാണ് എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം എന്ന് വൈദിക സാഹിത്യം പറയുന്നു. അപ്പൊ കൃഷ്ണനാണ് എന്ത്? പരബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് അവ്യക്തിഗതമായിട്ടും പരബ്രഹ്മം എന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ടുള്ളതാണ്. അവ്യക്തിഗതമായ ബ്രഹ്മം വ്യക്തിഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? ഭഗവത്ഗീതയിൽ മനസ്സിലാക്കുന്നത്. കഠോപനിഷത്ത് 2:2-13 പറയുന്നു, നിത്യോ നിത്യാനാം ചേതന ചേതനാനാം ഏകോ ബഹൂനാം യോ വിധദാതി കാമാൻ. അതായത് ഇവിടെ പറയുന്നു, നിത്യരിൽ വെച്ച് ഭഗവാൻ ആരാണ്? നിത്യനാണ്. നിത്യന്മാരിൽ വെച്ച് ഭഗവാൻ നിത്യനാണ്. അതുപോലെ ചേതനയുള്ളവരില് ഭഗവാൻ ചേതനാണ് എന്നാണ് പറയുന്നത്. അതായത് ഒന്ന് സിംഗുലരും ഒന്ന് പ്ലൂറലായിട്ടാണ് പറയുന്നത്. ബുദ്ധി ഇല്ലെങ്കിൽ ആർക്കും എന്ത് സാധിക്കില്ല? ആർക്കും പ്രവർത്തിക്കാൻ ആവില്ല. ഭഗവാനാണ് ബുദ്ധിക്ക് കാരണം. അപ്പൊ ബുദ്ധിയുടെ കാരണം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ബുദ്ധി ഇല്ലെങ്കിൽ ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പൊ താനാണ് ബുദ്ധിയുടെ കാരണമെന്നും ആര് പറയാണ്? ഭഗവാൻ പറയണം. ബുദ്ധിഹീനന്മാർക്ക് ഭഗവാൻ അറിയാൻ സാധിക്കില്ല. പിന്നെ കഠോപനിഷത്തിൽ പറയുന്ന അത് എന്താണ് പറയുന്നത്? നിത്യോ നിത്യാനാം ചേതന ചേതനാണ്. അതായത് നിത്യന്മാരിൽ ഭഗവാൻ നിത്യനാണ്. അതായത് നിത്യോ നിത്യാനാം ചേതന ചേതനാന്ന് വെച്ചാൽ നിത്യന്മാരില് നിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റമില്ലാത്ത, സ്ഥിരമായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്. നിത്യാനാം എന്ന് പറയുമ്പോൾ നിത്യന്മാരുടെ കൂട്ടം, ഒന്ന് സിംഗുലർ, നിത്യം എന്ന് വെച്ചാൽ സിംഗുലർ, അത് ഭഗവാൻ. നിത്യാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യന്മാരുടെ കൂട്ടം, അതാണ് ആര്? ജീവാത്മാക്കള്. അപ്പോ നിത്യന്മാരുടെ നേതാവ് ആരാണ്? ഭഗവാനാണ്. അതായത് എല്ലാറ്റിലും വെച്ചിട്ട്, അതായത് എല്ലാ നിത്യമായിട്ടുള്ളതിലും വെച്ചിട്ട് ഏറ്റവും നിത്യതയുള്ളത് ആർക്കാണ്? പരമാത്മാവിനാണ്. അപ്പൊ ജീവാത്മാവ് നിത്യനാണെങ്കിൽ അവയ്ക്ക് ആ നിത്യത ലഭിക്കുന്നത് ആരിലൂടെയാണ്? പരമാത്മാവിൽ നിന്നാണ്. അപ്പൊ നിത്യന്മാരുടെ
കൂട്ടത്തിലുള്ളതില് നിത്യനായിട്ടുള്ളതാണ് ആര്? ഭഗവാൻ. അതായത് അവരുടെ നേതാവ് നിത്യനായിട്ടുള്ള ഭഗവാനാണ്. നിത്യന്മാരെന്ന് വെച്ചാൽ ജീവാത്മാക്കള്, അതില് നിത്യതയുള്ളത് ഭഗവാൻ. പിന്നെ ചേതനാനാം, ചേതന എന്ന് വെച്ചാൽ ബോധം അല്ലെങ്കിൽ അറിവ്, അവബോധം. ചേതനാനാം എന്ന് വെച്ചാല് അറിവുള്ളവരുടെ കൂട്ടത്തില്, ബോധമുള്ളവരുടെ കൂട്ടത്തില്. അപ്പൊ ബോധമുള്ളവരെന്ന് പറഞ്ഞാല് കുറെ പേരുണ്ട്, ജീവാത്മാക്കള്. ആ അറിവ്, ചേതന എന്ന് പറഞ്ഞാല് ഒരാള്, ബോധം, അതാരാണ്? ഭഗവാനാണ്. അപ്പൊ അവിടെ അറിവുള്ളവരുടെ കൂട്ടത്തിൽ അറിവ് ഏറ്റവും കൂടുതൽ ബോധമുള്ളത് ആർക്കാണ്? ഭഗവാനാണ്. അപ്പൊ എല്ലാ ബോധമുള്ളവരിലും വെച്ചിട്ട് പരമമായ ബോധം ആർക്കാണ്? ഭഗവാനുള്ളത്. ഇപ്പൊ ജീവാത്മാവിന് ബോധം ഉണ്ടെങ്കിലും ആ ബോധത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് വരുന്നത്? പരമാത്മാവിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ചുരുക്കത്തില് നിത്യമായവരുടെ എല്ലാം നിത്യൻ ആരാണ്? ഭഗവാനാണ്. പിന്നെ അതേപോലെ തന്നെ ചേതനയുള്ളവരുടെ എല്ലാം ചേതനൻ ആരാണ്? ഭഗവാനാണ്. അതാണ് നിത്യോ നിത്യാനാം ചേതനാൻ. അപ്പൊ നിത്യം സിംഗുലരും പ്ലൂരലും, സിംഗുലര് പ്ലൂരല്. അതാണ് ആ കഠോപനിഷത്തില് 2:13 പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവഭക്തവൃന്ദി കി ജയ്, ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, നിത്തായ് ഗുരുപ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ശ്ലോകം എടുത്തിട്ടുള്ളൂ. ഇവിടെ എന്താ ഫസ്റ്റത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്? ഭഗവാൻ ശ്രീകൃഷ്ണനില് മനസ്സ് പൂർണ്ണമായിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഭഗവാനിൽ പൂർണ്ണമായിട്ട് ആസക്തമായിക്കൊണ്ട് ഭക്തിയോഗം അഭ്യസിക്കുക, അതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സാധിക്കും? നമുക്ക് സംശയങ്ങളില്ലാതെ ഭഗവാനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനോ പ്രാപിക്കാനോ സാധിക്കും. അതിന് ഭഗവാൻ പറഞ്ഞത് എന്താണ്? തച്ഛൃണു, എന്നിൽ നിന്ന് കേൾക്കൂ. ആ ശ്രവണത്തിന്റെ പ്രാധാന്യം, ഭക്തിയില് നവവിധ ഭക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ ആ പറയുന്ന ശ്രവണത്തെ കുറിച്ചാണ് അവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തില് ഭൗതിക ജ്ഞാനത്തിന്റെയും ആത്മീയ ജ്ഞാനത്തിന്റെയും അതായത് അതീന്ദ്രിയ ജ്ഞാനത്തിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാറ്റിന്റെ അറിവ് ആരിൽ നിന്നാണ് കിട്ടുന്നത്? ഭഗവാനിൽ നിന്ന്. അത് ഭഗവാൻ അർജുനന് പകർന്നു കൊടുക്കാണ്. അത് കേൾക്കേണ്ടത് ആരിൽ നിന്നായിരിക്കണം എന്ന് പറയാണ്? ഒന്നുകിൽ ഭഗവാനിൽ നിന്ന്, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നായിരിക്കണം നമ്മൾ ഈ ജ്ഞാനം കേൾക്കേണ്ടത്. സർവ്വ കാരണങ്ങളുടെയും കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടതെല്ലാം നമുക്ക് അറിഞ്ഞതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ പറഞ്ഞു, അനേകം പേര് ഭഗവാനെ അറിയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ കുറച്ചു പേർക്ക് മാത്രമാണ് എന്ത് സാധിക്കുന്നത്? അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പൂർണ്ണത നേടാൻ ആഗ്രഹിച്ചവരിലും ഒന്നിലേറെ പേർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ വളരെ കുറഞ്ഞ പേർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഭക്തി ഇല്ലാതെ ഒരാൾക്കും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഭഗവാന്റെ ശക്തികളെ കുറിച്ച്, ഭൗതിക ശക്തി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, ഈ 8 അടങ്ങിയതാണ് എന്ത്? ഭഗവാന്റെ ഭൗതിക പ്രകൃതിയുടെ ശക്തി എന്ന് പറഞ്ഞു. അടുത്തതിൽ പറഞ്ഞു, ഈ ഭൗതിക ശക്തിക്ക് പുറമെ ഭഗവാൻ എന്തുണ്ട്? ഒരു ഉത്കൃഷ്ട ശക്തി ഉണ്ട്. അതാണ് ജീവശക്തി, ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി തടസ്ഥ ശക്തിയാണെന്ന് പറഞ്ഞു. അത് ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യദാസന്മാരാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ മായയിൽ അകപ്പെട്ടു പോകുമ്പോൾ, ഭഗവാന്റെ തന്നെ വേറൊരു ശക്തിയാണ് മായാശക്തി. ആ മായയിൽ അകപ്പെട്ടു പോകുമ്പോൾ ആ ജീവാത്മാവ് തന്റെ സ്വരൂപത്തെ കുറിച്ച് മറന്നുപോകും. പിന്നെ ഈ കാണുന്ന എല്ലാതും, മുഴുവൻ ലോകവും ഭഗവാന്റെ ഭൗതിക ആത്മീയ ശക്തികളിൽ നിന്നാണ് എല്ലാതും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് നടത്തുന്നത് ഭഗവാൻ തന്നെയാണ്. സൃഷ്ടി നടത്തുന്നതും സ്ഥിതി നടത്തുന്നതും സംഹാരം നടത്തുന്നതിന്റെ മൂല കാരണം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് എന്ത് പറയാം? കാരണനാണെന്ന് പറയാനായിട്ട് സാധിക്കും. കൃഷ്ണനേക്കാൾ ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല. മുത്തുകൾ എപ്രകാരമാണോ നൂലിന്മേൽ കോർത്തിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിലാണ് നിലകൊള്ളുന്നത്. എല്ലാറ്റിന്റെ അടിസ്ഥാനം ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെയും ആശ്രയവും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ജലത്തിലെ രസം ഭഗവാനാണെന്ന് പറഞ്ഞു. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഭഗവാനാണ്. വേദങ്ങളിലെ ഓങ്കാരം ഭഗവാനാണ്. ആകാശത്തിലെ ശബ്ദം, പുരുഷന്റെ പൗരുഷം, കൃഷ്ണന്റെ ശക്തി പ്രകടനങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും നമുക്ക് എന്ത് സാധിക്കും? ഭഗവാനെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പിന്നെ ഭൂമിയിലെ പവിത്രമായ ഗന്ധം അത് ഭഗവാനാണ്. അഗ്നിയുടെ തേജസ് ഭഗവാനാണ്. എല്ലാ ജീവജാലങ്ങളിലുള്ള ജീവനുമാര് തന്നെ ഭഗവാനാണ്. തപസ്സികളുടെ തപസ്സും എല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് ഭഗവാൻ ആണ്. പിന്നെ അടുത്തിൽ പറഞ്ഞു, ആദി ബീജം പ്രദാനം ചെയ്തത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആദി ബീജം പ്രദാനം ചെയ്തത് ഭഗവാനാണെന്ന് പറഞ്ഞു. ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഭഗവാനിൽ നിന്നാണ് ഉളവായത്. ആ ബുദ്ധി ഭഗവാനിൽ നിന്നാണ് ഉളവായിട്ടുള്ളത്. തേജസ്വികളുടെ തേജസ്സും ഭഗവാന്റെ ശക്തിയാണ്. എല്ലാതും ജീവജാലങ്ങളിലെ കഴിവുകൾ
എല്ലാതും ആ ശക്തി ആരുടെയാണ്?